തമിഴ്നാട്ടിൽ ഭരണത്തിലേറിയതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലും TVKയുടെ വരവ് ചർച്ചയാവുകയാണ്. TVK പാർട്ടി ഘടകം കേരളത്തിലും ആരംഭിക്കുന്നു. വയനാട് വെങ്ങപ്പള്ളിയിലാണ് പാർട്ടിയുടെ ആദ്യ ഘടകം പ്രവർത്തനം തുടങ്ങുന്നത്. IT പ്രൊഫഷണലുകളും ബിരുദധാരികളും അടങ്ങുന്ന കൂട്ടായ്മയാണ് രൂപം കൊള്ളുന്നത്. വിനീത, അതായത് TVK രൂപീകരിച്ച സമയം മുതൽ തന്നെ വയനാട്ടിലുള്ള യുവാക്കൾക്കിടയിൽ ചില ആളുകളൊക്കെ TVKയിലേക്ക് അംഗത്വം എടുക്കണം എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലും വെങ്ങപ്പള്ളിയിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് TVKയിൽ അംഗത്വം എടുക്കാൻ നിരവധി യുവാക്കൾ തയ്യാറായി വന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതും ഒരു ചരിത്രമായിരിക്കും. കാരണം വിജയ് എന്ന ഒരാളെ തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ മൊത്തം അറിയാം. ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും സൗത്ത് ഇന്ത്യയിലൊക്കെ മൊത്തത്തിൽ അറിയാവുന്ന ആളാണ്. അപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ കർണാടകയിലും ഒക്കെ നടക്കുന്ന ഒരു പാരമ്പര്യ രാഷ്ട്രീയം ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ അതിലും അടുത്ത ജനങ്ങൾ ഉറപ്പായിട്ടും വിജയുടെ പുറകെ പോകും. തീർച്ചയായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് യുവാക്കൾ. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് IT പ്രൊഫഷണൽസ് ഒക്കെയാണ് വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ചെറുപ്പക്കാരെന്താണെങ്കിലും ഇവരുടെ പുറകെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന 2020 എന്നൊരു പാർട്ടി പോലും കുറച്ച് സ്ഥലങ്ങളൊക്കെ നന്നായി ഭരിച്ചു ഒക്കെ ചെയ്യും. പക്ഷേ അവർ BJPയുടെ കൂടെ പോയപ്പോഴാണ് ഇത്തവണ അവരോടുള്ള വിശ്വാസം പോയത്. എന്നാൽ വിജയ് ഇത്രയും ടോപ്പ് പവറിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഓൾറെഡി അവിടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുത്തു. അപ്പോൾ ഇനിയും കേരളത്തിലോട്ട് അല്ലെങ്കിൽ കർണാടകയിലോട്ട് അല്ലെങ്കിൽ ആന്ധ്രയിലോട്ടൊക്കെ ഇവരുടെ ഒരു TVKയുടെ വേര് വളർത്താനായിട്ട് സാധിച്ചാൽ അതൊരു നല്ല സംഭവമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടി രേഖപ്പെടുത്തുന്നത്.